പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവെ, ലാളിത്യത്തോടുകൂടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ദർശിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. കർത്താവായ ദൈവമേ, ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ ചെറിയ സാന്നിധ്യം, എൻ്റെ കൊച്ചു കൊച്ചു വാക്കുകൾ, എൻ്റെ കൊച്ചു നന്മ പ്രവൃത്തികൾ അനേകരെ അങ്ങയിലേക്ക് അടുപ്പിക്കട്ടെ. അവർ അതുവഴി അങ്ങയെ തിരിച്ചറിയട്ടെ. സാന്നിധ്യമായി കൂടെ നിൽക്കുന്ന കർത്താവെ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. കർത്താവെ, എളിയ രീതിയിൽ ജീവിച്ചുകൊണ്ട് അങ്ങയെ പകർന്നു കൊടുക്കാനുള്ള കൃപാവരം എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് ഒരുപാട് വലിയ വലിയ ആശയങ്ങൾ ഉള്ളവരാണ് നമ്മൾ. വലിയ ആശയങ്ങൾ നമുക്കുണ്ട്. അത് വലിയ മനക്കോട്ട കെട്ടുന്നവരാണ് നമ്മൾ. അതല്ലെങ്കിൽ വലിയ രീതിയിൽ കാര്യങ്ങൾ നടത്താനൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഓർക്കുക, ദൈവം പലപ്പോഴും നമുക്ക് ഒരു ലാളിത്യത്തിന്റെ ഒരു മാതൃകയാണ് കർത്താവ് നമുക്ക് തന്നത്. അവിടുന്ന് ദൈവമായിരുന്നിട്ടും അവിടുന്ന് പുൽക്കൂട്ടിൽ വന്ന് പിറന്നു. അവിടുന്ന് ആ കുരിശിനെ അവിടുന്ന് രക്ഷാകരമാക്കി മാറ്റി, വിലയില്ലാത്തതിനെ വിലയുള്ളതാക്കി മാറ്റി. കർത്താവ് ഇന്ന് നമ്മോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ ഓരോ കൊച്ചു കാര്യങ്ങളിലും, ഒരുപക്ഷെ നമ്മുടെ ചെറിയൊരു സേവനമായിരിക്കും, ഒരുപക്ഷെ ചെറു പുഞ്ചിരിയായിരിക്കും, ഒരു ചെറിയ കൈത്താങ്ങായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കേൾക്കാനുള്ളൊരു മനസ്സ്, ഒരല്പസമയം ഒരാളെ കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, ദൈവമേ, അവിടെയൊക്കെ ദൈവം പ്രവർത്തിക്കുന്ന അവസരങ്ങളാണ്. ഇന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്, സാന്നിധ്യമായി കൂടെ നടക്കുന്ന ഞാൻ, നിന്നോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ, നിന്റെ ജീവിതത്തിൽ ഇന്ന് നിനക്ക് നൽകുന്ന സന്ദേശം ലാളിത്യത്തോടുകൂടി ജീവിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ മനുഷ്യനാണ്. ചെറിയ കാര്യങ്ങളുടെ ആ ദൈവം നമ്മോട് പറയാണ്, നീയും എന്നെ പോലെ ലാളിത്യത്തോടുകൂടി ജീവിക്കുക. ആത്മാക്കളെ നേടാനുള്ള ഒരു വിളിയാണത്. പ്രിയമുള്ളവരെ, കുടുംബ ജീവിതത്തിന്റെ കാര്യങ്ങളിലൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെ പലപ്പോഴും അവര് മറ്റുള്ളവരെ പ്രശംസിക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബത്തിലൊരു വീട്ടമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും അത് കാണുന്നുണ്ടാവില്ല, വില മതിക്കുന്നില്ല, വില കൊടുക്കുന്നില്ല. ഒരു പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന ഒരു കുടുംബിനി പ്രഭാതം മുതൽ സായാഹ്നം വരെ നിൽക്കാതെ യന്ത്രം പോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. വലിയ വലിയ കാര്യങ്ങളൊന്നും അവിടെ കാണില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ കയ്യടി കിട്ടാത്ത ഒരുപാട് മേഖലകളുണ്ട്. ദൈവം പറയാണ്, അവിടെയും എൻ്റെ സാന്നിധ്യമുണ്ട്. നീ ചെയ്യുന്ന ഓരോ കൊച്ചു പ്രവൃത്തിയും എൻ്റെ മുൻപിൽ വിലയുള്ളതാണ്. നമുക്ക് ഈ ദിനം, ഈ പ്രഭാതത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, കൊച്ചു കാര്യങ്ങളിൽ വലിയ വിശ്വസ്തയോടുകൂടെ, വലിയ സ്നേഹത്തോടുകൂടെ പ്രവർത്തിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യ ചെയ്തതാണ്. സാധാരണ കാര്യങ്ങളെ അസാധാരണമായ സ്നേഹത്തോടുകൂടെ ചെയ്തു എന്നുള്ളതാണ്, കണ്ടു എന്നുള്ളതാണ്, അതിനുവേണ്ടി സമയം ചെലവഴിച്ചു എന്നുള്ളതാണ്. എൻ്റെയും ഈ ജീവിതത്തിൽ കർത്താവെ, കൊച്ചു കാര്യങ്ങളുടെ ഒരു നല്ല ഹൃദയമുള്ള മനുഷ്യനാക്കി എന്നെ മാറ്റണമേ. എല്ലാവരെയും പരിഗണിക്കാനുള്ളൊരു മനസ്സ്, കർത്താവെ, ലാളിത്യത്തോടുകൂടി ജീവിക്കാൻ, ഈ ലോകം എനിക്ക് വെച്ച് നേടുന്ന വലിയ വലിയ സ്ഥാനമാനങ്ങൾക്കപ്പുറത്ത് കർത്താവെ, എല്ലാവരെയും കരുതാനുള്ളൊരു ഹൃദയം, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ ഒരു ഇടം കൊടുക്കാൻ എനിക്ക് സാധിക്കുമ്പോൾ അനേകരെ ദൈവത്തിന് വേണ്ടി നേടാൻ സാധിക്കും. എൻ്റെ കുടുംബം പോലും അനുഗ്രഹമുള്ളതായിട്ട് മാറും. ദൈവവും മനുഷ്യരും ഇടപെടുന്ന ഒരു വലിയ ഒരു അനുഭവമാണ് ഈ ലാളിത്യമുള്ള ഹൃദയം. ജീവിക്കുന്നവനായ ദൈവം ഇന്ന് നമ്മോടും ആവശ്യപ്പെടുന്നു, ഈ ജീവിത ലാളിത്യം, കൊച്ചു കാര്യങ്ങളുടെ ആ വലിയ വിശ്വസ്തയോടെ ചെയ്യുന്ന ദൈവത്തിൻ്റെ ആ പ്രിയപ്പെട്ട മകനായിട്ട് മാറാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.